സ്കൂൾ തുറക്കാൻ ഇനി 2-3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്കറിയാം, തിങ്കളാഴ്ച രാവിലെ സ്കൂൾ തുറക്കുകയാണ്. ഈ സമയത്താണ് പാലക്കാട് DE ഓഫീസിലെ ഫ്യൂസ് KSEB ഊരിയത്. 24,016 രൂപ കുടിശ്ശിക വന്ന പശ്ചാത്തലത്തിലാണ് KSEB ഫ്യൂസ് ഊരിയത്. ഫണ്ട് ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതായി DE ഓഫീസ് അറിയിക്കുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്. നിഖിൽ, ഫ്യൂസ് ഊരിക്കൊണ്ട് പോയോ? ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി SKN. അതും 2 ദിവസം, അതായത് സ്കൂൾ തുറക്കാൻ കേവലം 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത് KSEB. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളാകെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പലതവണ ഈ ഉദ്യോഗസ്ഥർ തന്നെ, ഇവിടെയുള്ള ജീവനക്കാർ തന്നെ ഇത് ഇപ്പോൾ ഫ്യൂസ് ഊരരുത്, കാരണം ഈ ഓഫീസിൽ ഏറ്റവും അധികം തിരക്കുള്ള സമയമാണ് എന്ന് അറിയിച്ചിട്ടും KSEB ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ട്, കാരണം വലിയ കുടിശ്ശികയാണുള്ളത്. 24,016 രൂപയാണ് കുടിശ്ശികയുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനോട് അടിയന്തരമായി ഫണ്ട് ലഭ്യമാക്കാൻ DE ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂൺ 10-ന് മുൻപായി തുക ലഭ്യമാക്കാമെന്നാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ അത്രയും കാത്തിരിക്കാൻ കഴിയില്ല എന്ന് KSEBയും അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറഞ്ഞ കാലതാമസം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരുപാടധികം പ്രവർത്തനങ്ങൾ ഈ ഓഫീസിൽ പൂർത്തിയാക്കാനുണ്ട്. സ്കൂളുകളുടെ കുട്ടികൾക്ക്, സ്കൂളിലേക്ക് എത്തുന്ന പുതിയ കുട്ടികൾക്ക് ഒരുക്കി നൽകേണ്ട സൗകര്യങ്ങളെ പറ്റിയും അധ്യാപകർക്കും മറ്റും നൽകേണ്ട മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ തന്നെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇത് ഈ ഓഫീസിന്റെ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും സമാന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായത്. അന്നും ഏതാണ്ട് 80,000-ൽ പരം രൂപയാണ് കുടിശ്ശികയായിരുന്നത്. ആ തുക അടച്ച ശേഷമാണ് പിന്നീട് അത് കണക്ഷൻ പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിദ്യാഭ്യാസ ഓഫീസിലെ ഈ വൈദ്യുതി വിച്ഛേദിച്ച സാഹചര്യം കാര്യമായി തന്നെ അവിടുത്തെ ജീവനക്കാരെയും അവിടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ആളുകളെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.